നമസ്കാരം. ഞാൻ ഡോക്ടർ നാരായണൻ ഉണ്ണി, തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ്. ഇന്ന് അപസ്മാര രോഗത്തിന്റെ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപസ്മാര രോഗികളിലുള്ള ഗർഭധാരണം, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപസ്മാര രോഗം വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖമാണ്. ഇത് സ്ത്രീകളിലും ആണുങ്ങളിലും വളരെയധികം കണ്ടുവരുന്നു. അപ്പോൾ ഇതുണ്ടാവുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, വിവാഹം കഴിക്കാമോ, ഗർഭം ധരിക്കാമോ, പ്രസവിക്കാമോ, മുലയൂട്ടാമോ, ഇങ്ങനെ ഉള്ള സംശയങ്ങൾ. പെൺകുട്ടികൾക്കുണ്ടാകുമ്പോൾ മിക്കവാറും ഈ അമ്മമാർക്ക് ഇതിനെക്കുറിച്ചുള്ള ആദി വളരെയധികമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ടോക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, അപസ്മാര രോഗം വിവാഹത്തിനോ ഗർഭധാരണത്തിനോ പ്രസവിക്കുന്നതിനോ മുലയൂട്ടലിനോ ഒന്നും ഒരു തടസ്സമാവുന്നില്ല. സാധാരണ ഒരു സ്ത്രീയെ പോലെ തന്നെ അപസ്മാരമുള്ള വ്യക്തിക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. വിവാഹം കൊണ്ട് ഇപ്പൊ ഈ അസുഖം കുട്ടികളിലേക്ക് പകരുമോ എന്നുള്ള ഭീതി കൊണ്ട് പലരും വിവാഹം കഴിക്കാറില്ല. ഇത് പക്ഷെ വളരെ അസ്ഥാനത്തായിട്ടുള്ള ഒരു ഭീതിയാണ്. ഇത് ഈ അസുഖം ജനിതകമായിട്ട് അങ്ങനെ വരുന്നതല്ല. 95% അസുഖവും ഇങ്ങനെ പകർന്നു വരുന്നതേ അല്ല. അപ്പോ ഈ അസുഖം കുട്ടിക്കുണ്ടാവുമോ എന്നുള്ള ഒരു ഭീതിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ഗർഭം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട്, ന്യൂറോളജി ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഇതില് ഗർഭം ധരിക്കുമ്പോൾ അസുഖം വരാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഗർഭിണിയായിരിക്കെ അപസ്മാരത്തിന്റെ ഒരു അറ്റാക്ക് വന്നാൽ അത് ഈ രോഗിക്കും കുട്ടിക്കും ഹാനികരമാണ്. അതുകൊണ്ട് അസുഖം വരാതിരിക്കാൻ വേണ്ട എല്ലാ ജാഗ്രതകളും മുമ്പ് തന്നെ എടുക്കണം. പ്രത്യേകിച്ച് മരുന്നുകളുടെ ചില അളവുകൾ, ചില പ്രത്യേക മരുന്നുകളുടെ അളവുകൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ചില മരുന്നുകൾ കുട്ടികൾക്ക് ഈ ഭ്രൂണത്തിന് ഹാനി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, അംഗവൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞ മരുന്നിലേക്ക് മാറ്റാനായിട്ട് ഗർഭധാരണത്തിന് മുന്നേ ഉള്ള സമയം വിനിയോഗിക്കേണ്ടതാണ്. 3, മരുന്നുകൾ കൊണ്ടുണ്ടാവുന്ന ചില ഹാനികൾ, അതിന് ആന്റിഡോട്ടായിട്ട്, അത് നിർവീര്യമാക്കാനായിട്ട് ഒരു വൈറ്റമിൻ, ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപസ്മാര ഉള്ള ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫോളിക് ആസിഡ് എന്നുള്ള വൈറ്റമിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. എപ്പോഴും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഗർഭം ധരിച്ച് ഇരിക്കെ, ഗർഭിണിയായിരിക്കെ കൃത്യമായ ഫോളോ അപ്പ് വേണ്ടതാണ്. മാസത്തിലൊരിക്കലെങ്കിലും ന്യൂറോളജിസ്റ്റിനെ വന്ന് കാണണം. അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്നിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ ഭ്രൂണത്തിന്റെ കാര്യം, അതിന് ഈ അംഗവൈകല്യങ്ങളോ അതുപോലുള്ള അവയവ വൈകല്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി കൃത്യമായ സ്കാനുകളുണ്ട്, അനോമലി സ്കാൻസ്. ഇത് ഒരു പീരിയോഡിക് ആയിട്ട് ചെയ്താൽ ആദ്യം തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും ന്യൂറോളജിസ്റ്റിനെയും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെയും കാണേണ്ടതുണ്ട്. ഡെലിവറി സമയത്ത് സാധാരണ രീതിയിൽ തന്നെയുള്ള ഡെലിവറി എപ്പോഴും സാധ്യമാണ്. ഇത് ഈ അസുഖം കൊണ്ട് പ്രത്യേക തരത്തിലുള്ള സിസേറിയനോ അങ്ങനത്തെ ഡെലിവറിയുടെ ആവശ്യമില്ല. പിന്നെ പ്രസവിച്ചതിന് ശേഷവും ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടലിന് ഇത് ഒരു തടസ്സമല്ല. അപ്പൊ അതും തുടരാവുന്നതാണ്. അപ്പോ ആദ്യം പറഞ്ഞതുപോലെ വിവാഹത്തിന്, ഗർഭധാരണത്തിന്, പ്രസവത്തിന്, മുലയൂട്ടലിന് ഒന്നും ഈ അസുഖം തടസ്സമാവുന്നില്ല. മരുന്നുകൾ ചെറുതായിട്ട് ചിലപ്പോൾ മാറ്റേണ്ടി വരും, അളവുകൾ മാറ്റേണ്ടി വരും, ഇതുപോലെ ഫോളിക് ആസിഡ് പോലുള്ള വൈറ്റമിൻ ചേർക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരു സ്ത്രീയെയും പോലെ അപസ്മാരമുള്ള രോഗിക്കും വിവാഹം കഴിക്കാം, അമ്മയാവാം. നന്ദി, നമസ്കാരം. എപിലെപ്സി എന്നത് ആവർത്തിച്ചുണ്ടാകുന്ന ചുഴലികളാൽ പ്രകടമാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. ആർക്കെങ്കിലും ഒരു ചുഴലി ഉണ്ടാകുന്നത് കാണുന്നത് ഭയമുളവാക്കാം, എന്നാൽ ശരിയായ നടപടികളെക്കുറിച്ച് അറിയുന്നത് അവരുടെ സുരക്ഷയിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാം. ഈ സാഹചര്യത്തെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു അപസ്മാരബാധ എന്നാൽ ഒരു രോഗിക്ക് പെട്ടെന്നും അനിയന്ത്രിതമായി ആവർത്തിച്ചും ഉണ്ടാകുന്ന കുലുങ്ങുന്ന ചലനങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് തലച്ചോറിലെ വിദ്യുൽപാകപ്പിഴകൾ മൂലമാണ്. ആ വ്യക്തിയെ പരിക്കിൽ നിന്നും സംരക്ഷിക്കാനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ വ്യക്തി നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ സാവകാശം അവരെ തറയിൽ കിടത്തുക.
ചുഴലി സമയത്തു അവർക്കു ഏൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടുത്തതോ മൂർച്ചയുള്ളതോ ആയ വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ അവയെ നീക്കുക. തറയിൽ കിടത്തിയ ശേഷം ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ജാക്കറ്റ് പോലെ മൃദുലവും പരന്നതുമായ എന്തെങ്കിലും അവരുടെ തലയ്ക്കു കീഴിൽ വെച്ച് തറയിൽ മുട്ടുന്നതിൽ നിന്നു സംരക്ഷിക്കുക. ചുഴലി ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സാവകാശം ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. അവരുടെ ശ്വാസനാളം ഒഴിഞ്ഞിരിക്കാനും ഉമിനീരോ ഛർദിയോ ഉണ്ടെങ്കിൽ എളുപ്പം ഒലിച്ചു പോകാനും ഇത് സഹായിക്കും. ചുഴലി തുടരുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അത് എപ്പോൾ തുടങ്ങുന്നുവെന്നും എത്ര നേരം നീണ്ടുനിൽക്കുന്നുവെന്നും കുറിച്ചിടുക. നിങ്ങൾക്കു സഹായം തേടേണ്ടി വന്നാൽ ഈ വിവരം മെഡിക്കൽ വിദഗ്ധർക്ക് നിർണായകമാകും. ഒരു ചുഴലി ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ വ്യക്തിയുടെ വായിൽ ഒന്നും ഇടരുത്. പഴയ വിശ്വാസങ്ങൾക്ക് വിപരീതമായി ഇത് കാരണം ആ വ്യക്തിയുടെ പല്ലുകൾ അല്ലെങ്കിൽ താടിക്കു പരിക്കേൽക്കാം, അതുപോലെ ശ്വാസത്തെ തടസ്സപ്പെടുത്താം. മാത്രമല്ല അവരുടെ ചലനങ്ങളെ തടയുകയും അരുത്. ചുഴലി അതിന്റെ ജോലി ചെയ്യട്ടെ, പക്ഷേ ആപത്തുകളിൽ നിന്നും അവരെ സശ്രദ്ധം അകറ്റി നിർത്തുക. ആ വ്യക്തി പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ യാതൊരു ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത്. ചുഴലി നിന്ന ശേഷം പൂർണ്ണമായി ബോധം വീണ്ടെടുക്കുന്നതുവരെ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക. അതിനുശേഷം അവർക്കു ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാന്ദ്യം ഉണ്ടാകാം. ശാന്തമായി സംസാരിച്ചു അവരെ സമാശ്വസിപ്പിക്കുക. അടിയന്തര മെഡിക്കൽ സഹായം എപ്പോൾ വിളിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുഴലി 5 മിനിറ്റിലേറെ നീണ്ടുനിന്നാൽ, ഇടയിൽ ഉണർച്ച ഇല്ലാതെ ആവർത്തിച്ചു ചുഴലികൾ ഉണ്ടായാൽ, ചുഴലി വന്നു പരിക്കേറ്റാൽ, പിന്നീട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഇത് അവരുടെ അറിവായ ആദ്യത്തെ ചുഴലി ആണെങ്കിൽ ഉടനടി സഹായം തേടുക. ഈ ലളിതമായ നടപടികൾ മനസ്സിലാക്കിയാൽ ഒരു അപസ്മാര ചുഴലി അനുഭവിക്കുന്ന ആർക്കും നിർണായക പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയും. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ശാന്തമായി അറിവായ നടപടികൾ എടുക്കുന്നത് ഒരു ശരിയായ വ്യത്യാസം സൃഷ്ടിക്കും.